എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിയിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഇതിനോടൊപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടോളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തായി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചിക്കനെ നന്നായി കൈ വെച്ചിട്ട് കുഴയ്ക്കണം. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ച് നന്നായിട്ട് ചിക്കനിലെല്ലാം പിടിക്കണം. ആ പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നാക്കി ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇത് ചിക്കനിലെല്ലാം നന്നായി പിടിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ അതേ കാണാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത് നമ്മളൊരു പാൻ വെച്ചു. ആ പാനിലേക്ക് ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. പാനിലേക്ക് നമുക്ക് ഈ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടി 1 ടീസ്പൂൺ പെരുംജീരകം, 1 ചെറിയ പട്ട, 1 ഏലക്കായ, അതിനോടൊപ്പം നല്ല മുഴുത്ത മല്ലിയില്ല, നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന മല്ലിപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത്. ആ മല്ലി കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഒരു 15 ചെറിയുള്ളി കൂടിയിട്ട് അതും നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇടാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന കാഷ്നട്ട്. ഒരു 5 എണ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് വന്നതിന് ശേഷം ഒരു 5 വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ പറയണ്ട, അത്രയും കറി ടേസ്റ്റ് ആയിരിക്കും. 5 എണ്ണം. അപ്പോൾ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ 5 എണ്ണം ഇട്ടിട്ടുണ്ട്, അത് കറക്റ്റാണ്. അതുകൂടി ഇട്ടിട്ട് അത് തണുത്ത് ആറിയതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ച് വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചിക്കൻ അവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചിക്കനൊക്കെ ഞാനത് ഫ്രൈ ചെയ്തെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു ചട്ടി എടുത്ത് ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് 3 വലിയുള്ളി സ്ലൈസ് ചെയ്തത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, 3 വലിയുള്ളി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 തക്കാളി അത് മുറിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കറിവേപ്പിലയൊക്കെ ഇട്ട് മല്ലിയിലയൊക്കെ ഇട്ട് അലങ്കരിക്കുക. അപ്പോൾ താങ്ക് യു.